കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും പഗ് ഏത് വീട്ടിലെയും താരമാണ്. പശുക്കളുടെയും ആടുകളുടെയും പന്നികളുടെയും കോഴികളുടെയും ഇടയിൽ പൊന്നു എന്ന പഗ്ഗിൻ്റെ പ്രസവം അഞ്ചൽ ഐലറയിലെ ഐശ്വര്യഭാം ആഘോഷിക്കുകയാണ്. പഗ് എന്ന് പറയുന്ന വർഗ്ഗത്തിലുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫാമിൽ ഒരുപാട് ഇനങ്ങളെ നമ്മൾ വളർത്തി അതിനെല്ലാം നമ്മൾ പരീക്ഷണം നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഈ പഗ്ഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഇവിടെ ഒരു ആൻറ്റിയുണ്ട്, ഈ ആൻറ്റിയാണ് ഇതിനെ പൂർണ്ണമായി നോക്കുന്നത്. പക്ഷേ ഈ ആൻറ്റിയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ചെല്ലാനോ അല്ലെ ഒരു സാധനം വീട്ടിനകത്തു നിന്ന് എടുത്തുകൊണ്ട് പോകാനോ പറ്റത്തില്ല. അത്രയ്ക്ക് ശ്രദ്ധയാണ്. ഇത്രയും അപ്പം നമ്മൾ പോമറേനിയൻ അതുപോലുള്ളതിനെയൊക്കെ ഒരുപാട് വളർത്തുന്നുണ്ട്. അവർക്കാർക്ക് ഇവിടെ ആ ഷൂഡ്നെസ് ഇല്ല. വീടിനുള്ളിൽ കൂട്ടായി വളർത്താൻ പറ്റിയ ഇനമാണ് പഗ്ഗെന്ന് ഫാം ഉടമ MP തോമസ് പറയുന്നു. ഇവിടെന്ന് പറഞ്ഞാൽ ഒരു ഈച്ച വീട്ടിനകത്ത് അനങ്ങിയാൽ പ്രശ്നമുണ്ടാകും. ഭയങ്കര നമ്മൾ ഈ കാണുന്ന രീതിയിലൊന്നുമല്ല, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇതുപോലെ സ്നേഹമുള്ള ഒരു ജീവിയില്ല. രണ്ടാമത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ പട്ടികൾക്കെല്ലാം പല വികാരങ്ങളുണ്ട്. പക്ഷേ ഈ പട്ടിയെ സംബന്ധിച്ച് ചിരിക്കാനുള്ള കഴിവില്ല എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ വികാരങ്ങളും അവൾ പ്രകടിപ്പിക്കും. വീട്ടുകാരോട് അചഞ്ചലമായ കൂറും സ്നേഹവുമുള്ള ഇനമാണ് ഈ ചൈനീസ് വംശജർ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെട്ടാൽ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു ജീവിയാണ് ഇത്. പട്ടികളിലാണെങ്കിലും ഏത് മൃഗങ്ങളായാലും അങ്ങേയറ്റം സെൻസിറ്റീവ്. ഇവളോട് ചുമ്മാ ഒന്ന് വഴക്ക് പറഞ്ഞാൽ അബദ്ധത്തിൽ അതിനെന്തെങ്കിലും തെറ്റ് പറ്റിയാൽ വിളിച്ച് കാണിച്ചിട്ട് ഇതെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഭയങ്കര വിഷമിച്ച് പോയി മുഖവും കുത്തി അങ്ങ് കിടക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് തടവി കഴിഞ്ഞാൽ അവളെ വീണ്ടും ആ പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കത്തുള്ളൂ. കളിയും തമാശയും ആസ്വദിക്കുന്ന, ചിലപ്പോൾ വാശി പിടിക്കുന്ന ചങ്ങാതി. നല്ല ബുദ്ധിയുള്ളതിനാൽ പരിശീലനത്തിനും വഴങ്ങും. വീട് കാക്കാനും ഇവർ മിടുക്കരാണ്. കുട്ടികളോടും അതിഥികളോടും സ്നേഹവും മര്യാദയും കാണിക്കുന്ന നല്ല പിള്ളയാണ്. അതുപോലെ കുറേ ഗുണങ്ങൾ നമുക്കുള്ളത്. ഇപ്പം ഞാൻ രാത്രി ലേറ്റായിട്ടൊക്കെ മിക്ക ദിവസങ്ങളിലും ഓരോ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ലേറ്റായിരിക്കും. ലേറ്റായിട്ട് വന്നാലും ശരി, ഈ ആൻറ്റി വന്ന് കഥ തുറക്കുമ്പം അവൾ മുന്നേ ഇറങ്ങി ഇതാരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ കഥ തുറക്കാൻ പറ്റത്തുള്ളൂ. അവൾക്ക് മുന്നേ വരണം. അവൾക്ക് മുന്നേ വന്നിട്ടേ രണ്ടാമത്തെ കഥവ് തുറക്കാൻ അവൾ സമ്മതിക്കത്തുള്ളൂ, ഗേറ്റ് തുറക്കാൻ സമ്മതിക്കത്തുള്ളൂ. അതേപോലെ വേറൊരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ എനിക്ക് അലാറത്തിൻ്റെ ആവശ്യമില്ല. 5:30 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 5:30 മണിക്ക് അത് എൻ്റെ റൂമിൻ്റെ ആ കഥവേ വന്ന് ആദ്യമേ മാന്തും. കുറേ ശബ്ദം ഉണ്ടാക്കും. നമ്മൾ അനങ്ങുന്നില്ലെങ്കിൽ പിന്നെ അങ്ങ് നിലവിളി തുടങ്ങും. ഒരു രീതിയിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം നമ്മളെ അത് ഇറക്കി നമ്മുടെ ഉറക്കം ഉണർത്തി നമ്മളെ വെളിയിൽ ഇറക്കിയിട്ട് നമ്മുടെ കൂടെ വന്ന് ദേഹത്തെല്ലാം ഒന്ന് ചാടി കയറി. ഞാൻ ഈ രാവിലെ എണ്ണിച്ച് വന്നാൽ ഈ ബെഡ് കോഫി കുടിക്കാനായിട്ട് ആ ഡൈനിങ് ടേബിളിലോട്ട് വരും. അപ്പോൾ എൻ്റെ കൂടെ വരും. വന്ന് എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കേക്ക്, ബിസ്ക്കറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഡ്രൈ ഐറ്റംസ് എന്തെങ്കിലും കൊടുത്താൽ അത് നമ്മുടെ കൂടെ നിന്ന് കഴിച്ച് പിന്നെ അവങ്ങ് ആക്റ്റീവ് ആവുക. എന്നാൽ ഉടമസ്ഥർ പരിഗണിക്കുന്നില്ലെന്ന് കണ്ടാൽ പിണങ്ങും. പൊന്നുവിൻ്റെ ഒറ്റ പ്രസവത്തിൽ കുട്ടികൾ 6 4 പെണ്ണും 2 ആണും. ആക്റ്റീവ് ആയി കഴിഞ്ഞ് ഇപ്പം ഞാൻ പറയും, ഇപ്പം ഇതിന് ഏകദേശം 2 വയസ്സോളം ആവുന്നത്. ഇത് മൊത്തം ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്? ഇപ്പം നമുക്ക് 6 കുട്ടികളെയാണ് ഇവളിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ബ്രീഡെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയില് അയത്തിൽ വലിയ ഫാം, ഈ ബ്രീഡിങ് ഫാം നടത്തുന്ന ഒരു കക്ഷിയുണ്ട്. അവിടെ കൊണ്ടുപോയിട്ടാണ് ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത്. പക്ഷേ 6 കുട്ടികളെ നമുക്ക് കിട്ടി. അത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതുപോലെ സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള മരുന്നുകളും ടോണിക്കുകളും. അല്ലെങ്കിൽ ഇത്രയും സ്മാർട്ടായി ഈ പ്രായത്തിൽ കുട്ടികളെ കിട്ടത്തില്ല. ഇതിപ്പോൾ ഒരു 40 ദിവസം 45 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ നല്ല സ്മാർട്ടാണ്. നമ്മുടെ ടൈം പോകുന്നത് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെളിയിലോട്ടൊന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഓടി വന്ന ആ സ്നേഹം, അവരുടെ ആ സ്നേഹം ശരിക്കും നമ്മൾ കാണുന്നത് അപാരം തന്നെ. ഇതിനെ ഇത്രയും ഒന്നിച്ച് വളർത്താനാണോ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ അത്? ഇല്ല, ഇപ്പം എല്ലാവരെയും കൂടി ഇവിടെ നിർത്തേണ്ട കാര്യമില്ല. കാരണം ഇതിൽ 2 എണ്ണത്തിനെ ഫാമിൽ തന്നെ വളർത്താനും മറ്റുള്ളവയെ വിൽക്കാനുമാണ് തോമസിൻ്റെ ഉദ്ദേശം. ഇതിൽ നിന്ന് 2 കുട്ടികളെ നമ്മളിവിടെ നിർത്തും. 2 പെൺകുട്ടികളെ. മൊത്തം അതിപ്പം 4 പെണ്ണും 2 ആണുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ 4 എണ്ണത്തിനെ കൊടുക്കും. ആൺകുട്ടികളെ 2 എണ്ണത്തിനെയും പെണ്ണിനെ 2 എണ്ണത്തിനെയും കൊടുക്കും. 2 എണ്ണത്തിനെ നമ്മളിവിടെ നിർത്തുന്നു വളർത്താനായിട്ട്. കാരണം അതിൻ്റെ ഒരു എന്താ അതിൻ്റെ ആ ഇടപെടൽ നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു സന്തോഷം തന്നെയാണ്.
ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.